UAEയുടെ ക്ഷമയുടെ നെല്ലിപ്പലകയും അവസാനിച്ചു എന്നാണ് പുതിയ ചില നീക്കങ്ങളിലൂടെ UAE നൽകുന്ന സൂചനകൾ. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ലോകം. പതിറ്റാണ്ടുകളായി സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിച്ച UAE ഇറാന്റെ നിരന്തരമായ പ്രകോപനങ്ങൾക്ക് സൈനികമായി തന്നെ മറുപടി നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫുജൈറ എണ്ണ വ്യവസായ കേന്ദ്രത്തിന് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ ഇറാന്റെ ഡ്രോൺ ആക്രമണം UAEയുടെ ക്ഷമയുടെ നെല്ലിപ്പലക തന്നെ തകർത്തു കളഞ്ഞതായാണ് സൂചന. ഇറാന്റെ ആക്രമണത്തിന് സൈനികമായി തന്നെ തിരിച്ചടി നൽകുമെന്ന് UAE ഇസ്രയേലിനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടത്രേ. ഇസ്രയേലുമായി ചേർന്നുകൊണ്ടായിരിക്കും പുതിയ ആക്രമണം എന്നും UAEയുടെ വിലയിരുത്തലുകളിലൂടെ വ്യക്തമാവുകയാണ്. എബ്രഹാം കരാർ വഴി ഈ UAE ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലും അതിൽ പങ്കാളികളാകും എന്ന ഒന്നുണ്ട്. ആ നിലയിൽ ഇസ്രയേലുമായി വളരെ തന്ത്രപ്രധാനമായ ഒരുപാട് കരാറുകളും പ്രതിരോധ സംവിധാനങ്ങളുമെല്ലാം UAE നിയമിച്ചു കഴിഞ്ഞു. അതുവഴി ഇറാന്റെ ഏതൊരാക്രമണത്തെയും ചെറുക്കാമെന്നും പകരം UAEയും ഇസ്രയേലും ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിച്ചേക്കും എന്നുമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇസ്രയേലിലെ പ്രമുഖ മാധ്യമമായ കാൻ ആണ് ഈ നിർണായകമായ വിവരങ്ങളെല്ലാം പങ്കുവച്ചിരിക്കുന്നത്. UAE പ്രതിരോധ സമിതി ചെയർമാൻ അലി അൽ നുഐമി ഇസ്രയേൽ പ്രതിനിധി ബോസ് ബിസ്മുത്തുമായി നടത്തിയ ചർച്ചയിൽ ഇതു സംബന്ധിച്ച ചില നീക്കങ്ങളുടെ സൂചനകളും നൽകുന്നുണ്ട്. ഞങ്ങൾക്കിനിയും നിശബ്ദരായിരിക്കാൻ കഴിയില്ല എന്നാണ് UAE ഉദ്ധരിച്ചുകൊണ്ടുള്ള സോഴ്സുകളെല്ലാം വ്യക്തമാക്കുന്നത്. UAEയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ശക്തമായ ഒരു പ്രഖ്യാപനവും അപൂർവമാണ് എന്ന് നമുക്കറിയണം. നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളിൽ നിന്ന് എപ്പോഴും അകലം പാലിച്ചിരുന്ന UAE ഇപ്പോൾ നേരിട്ടുള്ള ആക്രമണം എന്ന തരത്തിലേക്ക് മാറുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇത് പശ്ചിമേഷ്യയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിലും ശക്തമാണ്. നേരത്തെ ഇറാൻ ഇസ്രയേൽ യുദ്ധം ശക്തമായിരുന്നപ്പോൾ പല ദിവസങ്ങളിൽ പല ആക്രമണങ്ങളും ഇറാൻ UAEക്കെതിരെ നടത്തിയിരുന്നു. ഇതിൽ വലിയ നാശനഷ്ടങ്ങളും UAEക്ക് സംഭവിച്ചു. അപ്പോഴൊന്നും പക്ഷേ UAE തിരിച്ചൊരു പ്രത്യാക്രമണം നടത്തിയില്ല. മറിച്ച് പ്രതിരോധം മാത്രമായിരുന്നു UAE ചെയ്തത്. തിരിച്ചടിക്കുമെന്നും അതിനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്നും UAE പലതവണ വ്യക്തമാക്കിയിരുന്നതുമാണ്. എന്നാൽ ഫുജൈറയിലെ എണ്ണ കേന്ദ്രങ്ങൾ UAEയുടെ സാമ്പത്തിക ജീവനാഡിയാണ്. അത് തകർക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ പ്രതിരോധിക്കുക മാത്രമല്ല തിരിച്ചടിക്കാനും UAE നിർബന്ധിതമാകും എന്നതുകൊണ്ടാണ് ഇപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം രാജ്യസുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായാണ് എമിറേറ്റ്സ് കാണുന്നത്. ഇസ്രയേലുമായുള്ള എബ്രഹാം കരാർ വഴി സുരക്ഷാ സഹകരണം ശക്തമാക്കിയ UAE ഇസ്രയേലിന്റെ സൈനിക പിന്തുണയോടെ ഇറാനെ നേരിടാനാണ് പദ്ധതിയിടുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധവും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണവും UAEയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതിരോധിക്കുവാനുള്ള അവകാശം വിനിയോഗിക്കാൻ UAE തീരുമാനിച്ചതായാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയാത്ത തരത്തിലാണ് കാര്യങ്ങൾ. ഒരു പ്രകോപനവുമില്ലാതെ UAEയെ ആക്രമിച്ചതിലൂടെ ഇറാൻ പലതും ലക്ഷ്യമിടുന്നുണ്ട്. അതിലൊന്ന് UAE ഞങ്ങളുടെ ലക്ഷ്യത്തിൽ വളരെ പ്രധാനമാണ് എന്നും 2 ഹോർമസ് ഉപരോധം വഴി അമേരിക്ക ഇറാനെ വളഞ്ഞുപൂട്ടുമ്പോൾ അമേരിക്കൻ സഖ്യകക്ഷിയായ UAEയെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകും എന്ന സൂചനകൾ നൽകൽ. ഒപ്പം ഞങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കും ഞങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം ഏൽപ്പിക്കാൻ സാധിക്കുന്നത് UAEയെ ആക്രമിക്കുന്നതിലൂടെയാണ് എന്ന സൂചന അമേരിക്കക്കും അമേരിക്കൻ കമ്പനികൾക്കും നൽകൽ. യുദ്ധമാണെങ്കിലും അല്ലെങ്കിലും UAE സുരക്ഷിതമായിരിക്കില്ല എന്ന ഒരു സൂചന നൽകൽ. യുദ്ധം സംഭവിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന സൂചന നൽകൽ. ഒപെക് കൂട്ടായ്മയിൽ ഇല്ലാത്ത UAEയെ മാത്രം ലക്ഷ്യം വെച്ച് മറ്റു രാജ്യങ്ങളുടെ വിശ്വാസ്യത നേടൽ ഇവയൊക്കെ ഇറാന്റെ ഹിഡൻ അജണ്ടയാണ്. ഇതിനെ എങ്ങനെ UAE പ്രതിരോധിക്കും എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവ് നിർണ്ണയിക്കുന്ന ഘടകമാകുന്നത്. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്ന ഒരു സംയുക്ത സൈനിക നീക്കത്തിന് UAE വേദിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് വാർത്തകൾ പറയുന്നത്. ഇത് ഗൾഫ് മേഖലയെ വലിയൊരു യുദ്ധക്കളം തന്നെയാക്കി മാറ്റും. ഫുജൈറ ആക്രമണം ആഗോള എണ്ണ വിപണിയിൽ വലിയ അസ്ഥിരത വരാൻ പോകുന്ന സാഹചര്യവും ഉണ്ടാകും. എണ്ണവില കുത്തനെ ഉയരാൻ ഇത് കാരണമാകും. നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും അവസാനിക്കുകയും പകരം ആയുധങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.